നമുക്കറിയാം ഓണാഘോഷം തുടങ്ങിയ സമയത്ത് തന്നെ സ്കൂളുകളിലും അതോടൊപ്പം തന്നെ കോളേജുകളിലും സ്ഥാപനങ്ങളുമൊക്കെ വലിയ രീതിയിലുള്ള ഓണാഘോഷങ്ങൾ നടക്കുന്ന ഒരു വേളയിലാണ് മദ്രസകളടക്കം വലിയ രീതിയിൽ ചില മുസ്ലിം പണ്ഡിതന്മാരടക്കം ചില നിർദ്ദേശങ്ങൾ ഇറക്കുന്നു. ചില മുസ്ലിം പണ്ഡിതന്മാരടക്കം ചില മദ്രസകളിലടക്കം ഒരു സമ്മേളനങ്ങൾ ഇവർ പറയുന്നത് ഈ മുസ്ലിം പെൺകുട്ടികൾ, അതായത് തട്ടം വിട്ട മുസ്ലിം പെൺകുട്ടികൾ ആരും ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല, ഓണാഘോഷം മുസ്ലിമുകൾക്ക് ഹറാമാണ്, അത് ഹിന്ദുക്കളുടെ ഒരു ആഘോഷമാണ്. അങ്ങനെ ഈ മുസ്ലിം മത പണ്ഡിതന്മാരും അതോടൊപ്പം തന്നെ മദ്രസകളിലുള്ളവരൊക്കെ ഇതിനെ ഒരു വേർതിരിവായിട്ട് കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് ഈ മുസ്ലിംസിന്റെ ഏറ്റവും പ്രധാനമായി ഇവർ പണ്ട് മുതലേ ഈ മത പണ്ഡിതന്മാർ ചമഞ്ഞു നിൽക്കുന്ന കുറെ മുല്ലാക്കന്മാരും ഉൾപ്പെടെ പറയുന്നത് ഈ സ്ത്രീകൾ എപ്പോഴും, അതായത് മുസ്ലിം സ്ത്രീകൾ എപ്പോഴും അവരുടെ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടണം. അതായത് അടുക്കളകളിൽ ഭക്ഷണം ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ വീട്ടിൽ ഭർത്താവിന്റെ കാര്യങ്ങളും അതോടൊപ്പം തന്നെ കുട്ടികളുടെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി മാത്രം വീട്ടിനുള്ളിൽ കഴിയേണ്ടവരാണ് സ്ത്രീകൾ എന്നാണ് ഈ മുസ്ലിം മത പണ്ഡിതന്മാർ എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ഭുതമാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്ത് ആണുങ്ങൾക്കൊപ്പം തന്നെ അതേ ഉയർച്ചയിൽ പെണ്ണുങ്ങളും, അതേ ഒരു ലെവലിൽ പെണ്ണുങ്ങളും അതായത് സ്ത്രീകളുമൊക്കെ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ആണുങ്ങൾക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെയാണെന്ന് സ്ത്രീകൾക്കും കൊടുക്കുന്ന എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല. അപ്പോഴാണ് ഈ ഇസ്ലാമികൾ ചില മതപണ്ഡിതന്മാർ, ചിലതല്ല മിക്ക മതപണ്ഡിതന്മാരുടെയും പ്രധാനപ്പെട്ട ഒരു രീതി ഇങ്ങനെയാണ്. അതായത് സ്ത്രീകൾ ഏതെങ്കിലുമൊക്കെ സ്റ്റേജുകളിൽ, അതിപ്പോൾ കുട്ടികളായിരുന്നാലും ശരി തന്നെ, അവരാരും തന്നെ സ്റ്റേജുകളിൽ പോയി അവാർഡ് വാങ്ങിക്കാൻ പാടില്ല. അവാർഡൊക്കെ വാങ്ങിക്കുന്നത്, അതായത് ഈ പെൺകുട്ടികളടക്കം, മുസ്ലിം പെൺകുട്ടികളടക്കം ഈ സ്റ്റേജുകളിലൊക്കെ പോയി ചെന്ന് അവാർഡ് വാങ്ങിക്കുന്നതൊക്കെ ഇവരുടെ ഈ ഇസ്ലാമിൽ തെറ്റാണ് എന്നൊക്കെയാണ് ഈ ചില മതപണ്ഡിതന്മാരടക്കം പറയുന്നത്. ഇന്നിപ്പോൾ സമസ്ത ഇറക്കിയ ഒരു ഉത്തരവ് വിവാദമായിരിക്കുകയാണ്. കാരണം ഇവരൊക്കെയാണ് നമ്മുടെ കേരളം ഭരിക്കാനായിട്ട് UDF സർക്കാരിനോടൊപ്പം നിൽക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് നാണക്കേട് തന്നെ വരികയാണ്. ഇസ്ലാമിക ആഘോഷങ്ങൾ സ്ത്രീകളെ പൊതുസമൂഹങ്ങളിൽ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ പ്രദർശിപ്പിക്കരുതെന്ന് സമസ്ത കാന്തപുരം വിഭാഗം പറഞ്ഞിരിക്കുകയാണ്. അന്യ പുരുഷന്മാർക്കിടയിൽ വേദിയിലോ പൊതു ഇടത്തിലോ സ്ത്രീകളെ കൊണ്ടുവരുന്നത് തടയണം, ആഘോഷങ്ങൾ അതിരുകടക്കുന്നത് തടയണമെന്നും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പ്രസ്താവനയിൽ പറയുകയാണ്. ഇതിലൊറ്റ കാര്യമേ ഉള്ളൂ, സ്ത്രീകളെല്ലാം വീട്ടിൽ തന്നെ ഒതുങ്ങി കഴിയണമെന്നാണ് കാന്തപുരം പറയുന്നത്. ആണുങ്ങൾ, അതായത് മുസ്ലിം ആണുങ്ങൾ മാത്രം അല്ലെങ്കിൽ ചെറുപ്പക്കാർ മാത്രം പുറത്തേക്ക് ഇറങ്ങി പല ആക്ടിവിറ്റീസിലും പങ്കെടുക്കണം. പക്ഷെ സ്ത്രീകൾ ഒരു തരത്തിലുമുള്ള ഈ കരിക്കുലം ആക്ടിവിറ്റീസിലോ അല്ലെങ്കിൽ ഒരു തരത്തിലും ഇപ്പോൾ പാട്ടോ ഡാൻസോ അങ്ങനെയുള്ള ഒരു വിനോദ പരിപാടികളിലൊന്നും തന്നെ സ്ത്രീകൾ പങ്കെടുക്കാൻ പാടില്ല എന്നാണ് കാന്തപുരം പറഞ്ഞതിന്റെ പൊരുൾ. നബിദിനാഘോഷങ്ങളിൽ സ്ത്രീകളെ പങ്കെടുപ്പിച്ചതിന് പിന്നാലെ വിമർശനം ഉയർന്നതോടെയാണ് മഹല്ലുകൾക്കും മദ്രസകൾക്കും നിർദ്ദേശം നൽകിയത്. ഇതിൽ തന്നെ ഒരു കാര്യം ഉറപ്പാണ്, മദ്രസകളിലടക്കം ഇവരുടെയൊക്കെ മനസ്സിൽ കുത്തിവെക്കുന്ന വെറും വിഷമാണ്. മദ്രസകൾ എത്രയും പെട്ടെന്ന് നിരോധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു വിപത്തായി നമ്മുടെ രാജ്യത്ത് തന്നെ ഇങ്ങനെ വട്ടമിട്ട് പറക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് ഇവർക്ക് മറ്റ് മതസ്ഥരെ കണ്ടാൽ, അതാണ് ഈ മുസ്ലിംസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, മറ്റ് മതസ്ഥരെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് വല്ലാത്തൊരു ചൊറിച്ചിലാണ് എന്നതാണ്. ഇതിപ്പോ എല്ലാ മുസ്ലിംസിനെയും എടുത്ത് പറയാൻ പറ്റത്തില്ല. അതായത് ക്രിസ്ത്യൻസിനെയും അതോടൊപ്പം തന്നെ ഹിന്ദുക്കളെയൊക്കെ കണ്ടാൽ അവരെ വന്ന് കെട്ടിപ്പിടിക്കുകയും അവരോടൊപ്പം ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മദ്രസകളിൽ ഇതുപോലത്തെ ഈ കാന്തപുരത്തെ പോലുള്ള ചില ആളുകൾ, അതോടൊപ്പം തന്നെ ചില മത പണ്ഡിതന്മാരൊക്കെ ചമഞ്ഞ് ഇരിക്കുന്നവർ, ഇവരൊക്കെയാണ് വലിയ രീതിയിലുള്ള ഒരു വിഷ വിത്തുക്കൾ എന്ന് പറയുന്നത്. ഈ നല്ല മുസ്ലിംസിനെയും കൂടെ ചീത്തയാക്കാൻ ഇവരൊക്കെ പോലുള്ളവർ മതി. ഇസ്ലാമിക ആഘോഷങ്ങൾ അതിര് കടക്കരുത്, മഹൽ നേതൃത്വം ജാഗ്രത പാലിക്കണമെന്ന് തലക്കെട്ടോടെയാണ് സമസ്തയുടെ പ്രസ്താവന. ഇസ്ലാമിക ആഘോഷങ്ങളും ചടങ്ങുകളും മതപരമായ അതിർവരമ്പുകൾ ലംഘിച്ച് മുന്നോട്ട് പോകുന്നത് ഗൗരവത്തോടെ കാണണമെന്നാണ് AP അബൂബക്കർ മുസ്ലിയാർ പ്രസ്താവനയിൽ അഭ്യർത്ഥിക്കുന്നത്. ഇത്തരം പരിപാടികൾ തികച്ചും ഇസ്ലാമിക മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നടക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ മഹൽ ഭാരവാഹികളും മദ്രസ, മറ്റ് സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവരുടെ നേതൃത്വം പ്രത്യേക ജാഗ്രത പുലർത്തണം. പൊതുനിർത്തകളിലും സ്റ്റേജുകളിലും അന്യ പുരുഷന്മാർക്കിടയിൽ യുവതികളെ പ്രദർശിപ്പിക്കുന്നതും ഇസ്ലാമിക അല്ലാത്ത ആചാരങ്ങളും ആഘോഷങ്ങളും കൂട്ടി ഇണക്കുന്നതും വിശ്വാസികൾക്ക് ചേർന്നതല്ലെന്നും അത് അനുമതിയമല്ലെന്നുമാണ് പ്രസ്താവനയിൽ പറഞ്ഞത്. അതോടൊപ്പം തന്നെ മതവുമായി ബന്ധപ്പെട്ട മൂല്യങ്ങളും അത് അച്ചടക്കവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മാത്രമായിരിക്കണം മഹൽ തലത്തിലും അല്ലാതെയും നടക്കുന്ന മുഴുവൻ പരിപാടികളിലും സംഘടിപ്പിക്കേണ്ടതെന്നും വരും തലമുറയിലേക്ക് സമാർഗ്യമായ മാതൃകയിൽ പകർന്നു നൽകാൻ എല്ലാ ബാധ്യസ്ഥരും, അതായത് എല്ലാവരും ബാധ്യസ്ഥരാണെന്നാണ് കാന്തപുരം ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. അതായത്
ഒറ്റ വാക്കിൽ കാന്തപുരം പറയുന്നത് ഇത്രയേ ഉള്ളൂ. മുസ്ലിമുകളുടെ പരിപാടികളൊന്നും തന്നെ സ്ത്രീകളെ പങ്കെടുപ്പിക്കാൻ പാടില്ല. അവിടെ ഒന്നും തന്നെ മുസ്ലിം സ്ത്രീകളായിരുന്നാലും ശരി തന്നെ, മുസ്ലിം കുട്ടികളായിരുന്നാലും ശരി തന്നെ, പെൺകുട്ടികളോ സ്ത്രീകളോ ഒന്നും തന്നെ ആ മുസ്ലിമുകൾ പങ്കെടുപ്പിക്കുന്ന പരിപാടിയിൽ വരാൻ പാടില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ചടങ്ങ് ആയിക്കോട്ടെ, അതായത് എന്തെങ്കിലും ഒരു മത്സരം നടന്നു, അതിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി വിജയിച്ചാൽ അതിൽ അവാർഡ് വാങ്ങാൻ ആ പെൺകുട്ടിയുടെ അച്ഛൻ മാത്രമേ സ്റ്റേജിലേക്ക് വരാവൂ. മറ്റ് അന്യ പുരുഷന്മാരോടൊപ്പം നിന്ന് അവാർഡ് വാങ്ങുകയോ അല്ലെങ്കിൽ ഷേക്ക് ഹാൻഡ് ഹസ്തദാനം കൊടുക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു വിചിത്രമായ ഒരു ഉത്തരവാണ് കാന്തപുരം ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം ഇവർ എത്രത്തോളം ഈ വർഗീയമായ വിഷങ്ങൾ മനുഷ്യരുടെ മനസ്സിലേക്ക് ഇവർ കുത്തി നിറയ്ക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കാന്തപുരം പോലെയുള്ളവർ.